ഹലോ എവ്രി വൺ, സെൻട്രൽ ഗവൺമെന്റ് ജോബ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ബാങ്കിങ് സെക്ടറിൽ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷനെ പറ്റിയിട്ടാണ്. യൂണിയൻ ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് തന്നെ യൂണിയൻ ബാങ്കിന്റെ അസിസ്റ്റന്റ് മാനേജർ റിക്രൂട്ട്മെന്റ് ആണ്. ശരിക്കും സ്പെഷ്യലിസ്റ്റ് ഓഫീസർ എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിലേക്കാണ് ഈ റിക്രൂട്ട്മെന്റ് വിളിച്ചിട്ടുള്ളത്. സ്പെഷ്യലിസ്റ്റ് ഓഫീസറായിട്ടാണ് വിളിച്ചിട്ടുള്ളത്. ഇതിന്റെ വാക്കൻസീസ് 500 വാക്കൻസീസ് ആണ് വിളിച്ചിട്ടുള്ളത്. അസിസ്റ്റന്റ് മാനേജർ IT-യും ക്രെഡിറ്റ് ഓഫീസർ എന്ന് പറയുന്ന രണ്ട് സെക്ഷനിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. IT ഓഫീസറായിട്ടും ക്രെഡിറ്റ് ഓഫീസറുമായിട്ടാണ് വിളിച്ചിട്ടുള്ളത്. ഇനി അടുത്ത ഏജ് ലിമിറ്റ് വരുന്നത് 22 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. 22 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ എന്ത് വരും? SC/ST-യുടെ നോർമലൈസേഷനും OBC-യുടെ നോർമലൈസേഷനും ഒക്കെ കയറി വരും കേട്ടോ. ഇനി അടുത്ത് മോഡ് ഓഫ് ആപ്ലിക്കേഷൻ, ഓൺലൈൻ മോഡ് ഓഫ് ആപ്ലിക്കേഷൻ ആണ്. സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് എന്തൊക്കെയാണ് സ്റ്റേജസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു റിട്ടൺ എക്സാമിനേഷൻ മാത്രമേ ഉള്ളൂ. ഒരു ഒറ്റ ടയർ എക്സാമിനേഷൻ ആണ് റിട്ടൺ എക്സാമിനേഷൻ. അത് കഴിഞ്ഞ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ആണ് വരുന്നത്. നിങ്ങൾക്ക് പ്രോബ്ലംസ് വരും, അത് സോൾവ് ചെയ്യാനുള്ള ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ. അത് കഴിഞ്ഞ ഒരു ഇന്റർവ്യൂ. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ ടെസ്റ്റ്. നിങ്ങൾക്ക് എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഡയറക്റ്റ് മെറിറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു പോയിന്റ് അവിടെ ആലോചിക്കുക. അപ്പോൾ എന്താണ്? സ്പെഷ്യലിസ്റ്റ് ഓഫീസർ പോസ്റ്റ് ആണ്. 500 വേക്കൻസിയാണ് വിളിച്ചിട്ടുള്ളത്. 500 വേക്കൻസി എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് നോക്കിയേ. അസിസ്റ്റന്റ് ക്രെഡിറ്റ് മാനേജറായിട്ട് 250 വേക്കൻസിയും അസിസ്റ്റന്റ് മാനേജർ IT-യിലേക്ക് എത്ര വേക്കൻസി? 250 വേക്കൻസിയാണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ UR കാൻഡിഡേറ്റ്സിൽ എത്ര വേക്കൻസി ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസിസ്റ്റന്റ് ക്രെഡിറ്റിനും IT-ക്കും കൂടെ ഏകദേശം നല്ല എല്ലാത്തിനും സെയിം ആയിട്ടുള്ള വേക്കൻസിയാണ് പറയുന്നത്. 103ഓളം വേക്കൻസി വെച്ചിട്ടാണ് പറയുന്നത്. OBC-ക്ക് 67 വേക്കൻസി, EWS-ന് 25 വേക്കൻസി, SC-ക്ക് 37, ST-ക്ക് 18. ഓക്കെ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത വേക്കൻസി ആണ്. നമ്മൾ അത്യാവശ്യം പഠിക്കുകയാണ്. കാരണം ഒരുപാട് ഫിൽറ്ററിങ് നടക്കുന്നുണ്ട്. അത്യാവശ്യം പഠിച്ച് നമ്മൾ സെക്യൂർ ചെയ്യാൻ റെഡിയാണ്. നമ്മുടെ ജോബ് സെക്യൂർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് യൂണിയൻ ബാങ്കിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ. ഓക്കെ, ഇവിടെ നിങ്ങൾ കണ്ടാൽ അറിയാം. അസിസ്റ്റന്റ് മാനേജറിന്റെ സാലറി വരുന്നത് തന്നെ 48,000 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം 85,000 പുറത്ത് സാലറിയാണ് വരുന്നത്. 85,000, 50,000 നിന്ന് തുടങ്ങി ഒരു 85,000-ഓളം സാലറി പാക്കേജ് ആണ് നിങ്ങൾക്ക് ഈ ഒരു ബാങ്ക് റിക്രൂട്ട്മെന്റിൽ വരുന്നത്. അത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ പോസിറ്റിവിറ്റി. അതുപോലെ യൂണിയൻ ബാങ്ക് എവിടെയൊക്കെ ഉണ്ടോ ആ ഒരു ഏതൊരു ലൊക്കേഷനിലും നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അസിസ്റ്റന്റ് മാനേജർ രണ്ടായാലും IT ആയാലും ക്രെഡിറ്റ് ആയാലും വരുന്നത് ഈ ഒരു സാലറി പാക്കേജ് ആണ്. അത് കഴിഞ്ഞ് ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 30/4/2025 30/4/2025 തൊട്ട് 20/5/2025 വരെയാണ് നിങ്ങൾക്ക് ടൈം വരുന്നത്. മെയ് 20 വരെ നിങ്ങൾക്ക് ടൈം ഉണ്ട്. നിങ്ങൾക്ക് ഇതിനിടയിൽ അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും ഏജ് ലിമിറ്റും എല്ലാം ക്രൈറ്റീരിയ കറക്റ്റ് ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി അടുത്തത് സെലക്ഷൻ പ്രോസസ് ഫോർ യൂണിയൻ ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ റിക്രൂട്ട്മെന്റ് 2025 ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ് സ്റ്റേജസ്. ഏതൊക്കെ സ്റ്റേജസ് ആണ് നമുക്ക് നോക്കാം. ഒന്ന് റിട്ടൺ എക്സാമിനേഷൻ. നമ്മുടെ നോർമൽ ആയിട്ടുള്ള റിട്ടൺ പാറ്റേൺ ആണ്. റിട്ടൺ ഓൺലൈൻ എക്സാമിനേഷൻ ആണ്. അത് റിട്ടൺ എക്സാമിനേഷൻ ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഒറ്റ ടയർ എക്സാമിനേഷൻ ആണ്. അത് കഴിഞ്ഞ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ, ഒരു പാനലിൽ ഇരുന്നിട്ട് എല്ലാവരുടെയും ഒരു കൂടെ ഇരുന്ന് ഒരു ക്വസ്റ്റ്യന് വേണ്ടിയിട്ടുള്ള ഒരു ആൻസർ, പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ്സ് പോലെയുള്ള ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ആയിരിക്കും വരുന്നത്. അത് കഴിഞ്ഞ് എന്താണ്? ഡയറക്റ്റ് ഇന്റർവ്യൂ പാനലിലുള്ള ഇന്റർവ്യൂ ടെസ്റ്റ് ആണ്. അത് കഴിഞ്ഞ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാമിനേഷൻ, എന്താണ് ഒരു ഓൾ ടോട്ടൽ ആയിട്ടുള്ള ഒരു മെഡിക്കൽ ആൻഡ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് കടക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാണ്? ഈ പറയുന്ന റിട്ടൺ എക്സാമിനേഷൻ ആണെന്നുള്ളൊരു കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ റിട്ടൺ എക്സാമിനേഷൻ ഫോക്കസ് ചെയ്യുക കേട്ടോ. റിട്ടൺ എക്സാമിനേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊള്ളുക. ഇനി അടുത്ത എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വരുന്നത്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ് നമുക്കിവിടെ നോക്കേണ്ടതായിട്ടുള്ളത് അല്ലേ. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ് നമുക്ക് നോക്കേണ്ടത്. അസിസ്റ്റന്റ് മാനേജർ ക്രെഡിറ്റിന്റെ കാര്യത്തിലാണ്. നിങ്ങൾ ക്രെഡിറ്റിന്റെ വേക്കൻസിയിലേക്കാണ് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ 22 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ളവരായിരിക്കണം. SC/ST ആണെങ്കിൽ എത്ര വരും? 35-ഉം OBC ആണെങ്കിൽ 33 വയസ്സ് വരെയുള്ളവർക്കും അപ്ലൈ ചെയ്യാം. ഓക്കെ, ആ പോയിന്റ് അവിടെ മനസ്സിലാക്കുക. ഇനി എന്താണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാജുവേഷൻ, ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ പ്ലസ് CA, CMA, CS, കമ്പ്യൂട്ടർ സയൻസിലോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ചാർട്ടേഡ് അക്കൗണ്ടന്റോ അല്ലെങ്കിൽ ചാർട്ടേഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റോ അങ്ങനത്തെ ഉള്ള എന്തെങ്കിലും ഒരു ഫീൽഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പ്ലസ് ആയിട്ട്. അതായത് ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് നിങ്ങളൊരു CA കോഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാമെന്നാണ് പറയുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ ഗ്രാജുവേഷൻ പ്ലസ് CA, CMA അല്ല എന്നുണ്ടെങ്കിൽ ഫുൾ ടൈം റെഗുലർ MBAയോ അല്ലെങ്കിൽ MMSോ നമ്മുടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെന്റോ ബിസിനസ് മാനേജ്മെന്റോ അങ്ങനെ എന്തെങ്കിലും പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, കാരണം ഇതൊക്കെ എന്താണ്? മാസ്റ്റേഴ്സിന്റെ ക്വാളിഫിക്കേഷൻ ആണ് വരുന്നത്. ഫിനാൻസ് വിത്ത് മിനിമം ഓഫ് 60% മാർക്സ് ആണ് ചോദിക്കുന്നത്. 60% മാർക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാൻ പറ്റും. SC/ST, OBC, PWD കാൻഡിഡേറ്റ്സിന് എത്രയാണ്? 55% പറയുന്നത് കേട്ടോ. ജനറൽ കാൻഡിഡേറ്റ്സിന് 60%, അതുപോലെ OBC, SC/ST, PWD കാൻഡിഡേറ്റ്സിന് 55% മാർക്ക് ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഫുൾ ടൈം
റെഗുലർ MBA MMS PGDM PGDBM സ്റ്റുഡൻ്റ് ആണെങ്കിലാണെന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രാജുവേഷൻ പ്ലസ് CA അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ട് അല്ലെങ്കിൽ ചാർട്ടേഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ CS ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ഒപ്പം ദ അബോവ് മെൻഷൻഡ് കോഴ്സ് MBA MMS മസ്റ്റ് ബി ഫുൾ ടൈം ഓഫ് 2 വർഷമെങ്കിലും മിനിമം ചെയ്യുന്ന ആ ഒരു MBA പ്രോഗ്രാം അറിയാലോ, 2 years പ്രോഗ്രാം തന്നെ ചെയ്തിരിക്കണം എന്നാണ് എടുത്ത് പറയുന്നത് കേട്ടോ. ഇനി അടുത്ത് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ വർക്ക് എക്സ്പീരിയൻസ് ഡിസൈറബിൾ ആയിട്ട് പറയുന്നുണ്ട്. ഡിസൈറബിൾ ആണ്, മസ്റ്റ് എന്നല്ല, ഡിസൈറബിൾ ആണ്. ചിലപ്പോൾ നിങ്ങളുടെ ലാസ്റ്റ് ഇപ്പോൾ നിങ്ങളുടെ പ്രോസസ്സിംഗ് സമയത്ത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് നിങ്ങൾക്ക് ഒരു അഡീഷണൽ പോയിന്റ് അവിടെ നിന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതാണ് പറയുന്നത്. പോസ്റ്റ് ക്വാളിഫിക്കേഷൻ വർക്കിംഗ് എക്സ്പീരിയൻസ് ഇൻ PSBs ഓർ BFSI, പബ്ലിക് സെക്ടർ ബാങ്ക്സിലോ അല്ലെങ്കിൽ BFSIയിലോ ഒക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുക. ഇതാണ് ഫസ്റ്റ്, ക്രെഡിറ്റ് ഓഫീസർ ആവാനുള്ള യോഗ്യതയാണ് നമ്മളിപ്പോൾ പറഞ്ഞു തീർത്തത്. ഇനി അടുത്ത് വരുന്നത് എന്താണ്, IT മാനേജർ ആവാനുള്ള, അസിസ്റ്റന്റ് മാനേജർ IT ആവാനുള്ള ചാൻസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 22 to 30 വയസ്സ് വരെ തന്നെയാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുൾ ടൈം BE അതായത് ബാച്ചിലേഴ്സ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ BTech MCA MSc IT MSc ചെയ്തവരാണെങ്കിൽ ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ മാത്രമേ അവർ അക്സെപ്റ്റഡ് ആയിട്ട് എടുക്കുകയുള്ളൂ കേട്ടോ. അതായത് എഞ്ചിനീയറിംഗ് BTech MCA കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ MCA അല്ലെങ്കിൽ MSc IT ചെയ്തവർ, MS ചെയ്തവർ, MTech ചെയ്തവർ, 5 year ഇൻ്റഗ്രേറ്റഡ് MTech ചെയ്തവർ, കമ്പ്യൂട്ടർ സയൻസിൽ ചെയ്തവർ, IT അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിലൊക്കെ ചെയ്തവർ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ MTech മാസ്റ്റേഴ്സ് ഉണ്ടായിരിക്കണം കേട്ടോ, അതാണ് പറയുന്നത്. അതുപോലെ തന്നെ ലേണിംഗ് ആൻഡ് സൈബർ സെക്യൂരിറ്റി ഫ്രം എ യൂണിവേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും അങ്ങനെ കമ്പ്യൂട്ടർ റിലേറ്റ് ചെയ്തിട്ടുള്ള IT ഫീൽഡിൽ നിൽക്കുന്ന കുറച്ച് സംഭവങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അവിടെ പക്ഷേ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ IT ആകുമ്പോൾ നിങ്ങൾക്ക് മിനിമം 1 year പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതെടുത്ത് പറയുന്നുണ്ട്. നിങ്ങൾ ഏതാണ് മറ്റതിൽ ക്രെഡിറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചോദിക്കുന്നില്ല, പക്ഷേ ഇവിടെ എന്ത് ചോദിക്കുന്നുണ്ട്, ഒരു മിനിമം 1 year എങ്കിലും പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. അത് എന്തിലൊക്കെ ആയിരിക്കണം, ഒന്നീ നെറ്റ്വർക്കിംഗ്, ഡേറ്റ അനലിറ്റിക്സ്, ഡേറ്റ എഞ്ചിനീയറിംഗ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, അതുപോലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ, ക്ലൗഡ് ഓപ്പറേഷൻസ്, ഡേറ്റ സെൻറ്റർ ഓപ്പറേഷൻസ്, API ഡെവലപ്മെൻറ്റ് ആൻഡ് മെയിൻ്റനൻസ്, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്കാണ് നിങ്ങൾ 1 year പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് വേണ്ട ഡൊമൈൻസ് ആണ് അവിടെ എഴുതിയിട്ടുള്ളത്. അത് നോക്കിക്കോളുക. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഈ MTech ഒക്കെ കഴിഞ്ഞവർ അല്ലെങ്കിൽ BTech ഒക്കെ കഴിഞ്ഞവർക്ക് ഡിസൈറബിൾ സർട്ടിഫിക്കേഷൻ ആയിട്ടുള്ള ഇതേതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഒരു അഡീഷണൽ പോയിന്റ് ആണെന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. ഡേറ്റ എഞ്ചിനീയറിംഗ് സർട്ടിഫിക്കറ്റ്സ് ലൈക്ക് ഗൂഗിൾ ക്ലൗഡ്, സർട്ടിഫൈഡ് പ്രൊഫഷണൽ ഡേറ്റ എഞ്ചിനീയർ, ഡേറ്റ സയൻസ്, ഡേറ്റ അനലിറ്റിക്സ്, API മാനേജ്മെന്റ് സർട്ടിഫിക്കേഷൻ, ക്ലൗഡ് സർട്ടിഫൈഡ് അഡ്മിനിസ്ട്രേറ്റർ, സർട്ടിഫൈഡ് ക്ലൗഡ് സെക്യൂരിറ്റി പ്രൊഫഷണൽ, അങ്ങനെ ഇവിടെ കൊടുത്തിട്ടുള്ള എന്തെങ്കിലും ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. കാരണം ഇങ്ങനെയുള്ള സ്പെസിഫിക്കേഷൻ ഉള്ളവർ വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ആ ഒരു കാര്യമാണ് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത് പറയാനായിട്ട് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം മാത്രമേ അവിടെ ക്രൈറ്റീരിയ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പാലിക്കേണ്ടതായിട്ടുള്ളൂ, അത് ശ്രദ്ധിക്കുക. ഇനി അടുത്ത് പഠിക്കേണ്ടതായിട്ടുള്ള എക്സാം പാറ്റേൺ എന്താണ്, അതും നിങ്ങൾക്ക് ഓക്കെ ആണ്, നിങ്ങൾക്ക് പറ്റുന്ന കാര്യമാണ്. ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെന്താണ്, ഫസ്റ്റ് ഒരു സെക്ഷനായിട്ടാണ് ഇത് നടത്തുന്നത്. ഇത് ഫസ്റ്റ് സെക്ഷനും ഇത് സെക്കൻഡ് സെക്ഷനുമാണ്. ഫസ്റ്റ് സെക്ഷനിൽ മാത്സ് 25 ക്വസ്റ്റ്യൻസ്, റീസണിങ് 25 ക്വസ്റ്റ്യൻ, ഇംഗ്ലീഷ് 25 ക്വസ്റ്റ്യൻ. കാരണം നിങ്ങൾക്ക് അറിയാം ബാങ്കിൻ്റെ സിലബസ് തന്നെയാണ് വരുന്നത്. ബാങ്കിൽ ഇംഗ്ലീഷാണ് മെയിനായിട്ട് ചോദിക്കുന്നത്, ഇംഗ്ലീഷ്, മാത്സ്, റീസണിങ് അത് ചോദിക്കുന്നുണ്ട്. പിന്നെ എന്താണ് വരുന്നത്, പ്രൊഫഷണൽ നോളജ് ആണ്. അതായത് നിങ്ങൾ ക്രെഡിറ്റ് ഓഫീസറായിട്ടാണ് കാണുന്നതെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ നോളജ്, അല്ലെങ്കിൽ നമ്മൾ IT ആണെങ്കിൽ IT റിലേറ്റഡ് പ്രൊഫഷണൽ നോളജ് ആണ് വരുന്നത്. അത് 75 മാർക്കായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ആകെ മൊത്തം 150 മാർക്കിന് 150 ക്വസ്റ്റ്യൻസ് 225 മാർക്കിനാണ് വരുന്നത്. 225 മാർക്കിന് നിങ്ങൾക്ക് ഫസ്റ്റ് സെക്ഷൻ എഴുതാൻ ഒരു 75 മിനിറ്റ് ഉണ്ടായിരിക്കും, 1.25 മണിക്കൂർ ഉണ്ടായിരിക്കും. 1.25 കൂടുതൽ മണിക്കൂർ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ 75 മിനിറ്റ്, അങ്ങനെ ആകെ മൊത്തം 150 മിനിറ്റ് ആണുള്ളത്. അതായത് 2.5 മണിക്കൂറാണ് വരുന്നത് കേട്ടോ. 2.5 മണിക്കൂർ അടുപ്പിച്ചാണ് നിങ്ങൾക്ക് എന്ത് വരുന്നത്, എക്സാം നടത്തുന്നത് കേട്ടോ. എക്സാം നടത്തുന്നത് 2.5 മണിക്കൂറിലേക്കാണ്. അപ്പോൾ ആ ഒരു പോയിന്റ് ശ്രദ്ധിക്കുക. പ്രൊഫഷണൽ നോളജ് 75 മാർക്കിനും ഇംഗ്ലീഷ്, മാത്സ്, റീസണിങ് ഒരു 25 വെച്ചിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ആ പോയിന്റും കൃത്യമായിട്ട് തന്നെ ശ്രദ്ധിച്ചോളൂ. 75 വെച്ച് തന്നെയാണ് നടത്തുന്നത്. പോയിന്റ് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിലൊരു അത്യാവശ്യം നല്ല മാർക്ക് മേടിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത സ്റ്റേജിലേക്ക് സെലക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ആ കോമ്പറ്റീഷൻ ഭയങ്കരമായിട്ട് ഫിൽറ്റർ ചെയ്താണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യുക. പക്ഷേ നിങ്ങൾ പഠിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം 1185 ഒക്കെയാണ് ഇതിൻ്റെ ഫീസ് വരുന്നത് കേട്ടോ. ഫീസ് സ്ട്രക്ചർ വരുന്നത് 1100 സംതിങ് രൂപയ്ക്കാണ് വരുന്നത്. GST പ്ലസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അത്രയും എമൗണ്ട് നിങ്ങൾ ഇറക്കുമ്പോൾ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണ്, നിങ്ങൾ ഇതിലേക്ക് ഇഷ്ടപ്പെട്ടാണ് പോകുന്നത് എന്നുള്ളൊരു കാര്യം ഉറപ്പുവരുത്തുക. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടെലഗ്രാം
ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൽ കയറി നിങ്ങളുടെ PDF വായിച്ചു നോക്കി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെലഗ്രാമിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം 1000+ ആണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. നിങ്ങൾക്ക് ഉറപ്പുണ്ട് നിങ്ങൾ ഈ ഒരു ക്വാളിഫിക്കേഷനുള്ളിൽ വരുന്നവരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യുക. ബാങ്ക് ജോലിയാണ്. ആദ്യത്തെ 2 വർഷം പ്രൊബേഷണറി പീരീഡ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ പെർമനന്റ് എന്ന് വെച്ചാൽ നിങ്ങൾ ഫിക്സഡ് ആയിട്ട് മാറുന്നത്. ആ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കിക്കോളും കേട്ടോ. അപ്പോൾ അത്ര കാര്യമാണ് പറയുന്നത്. നല്ല സാലറി പാക്കേജ് ഉള്ള ഒരു ജോലിയാണ്. അത് താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.